കോളം പോലീസ് ഒരു 15 വയസ്സുകാരിയെ ഒരു വ്ളോഗർ പീഡിപ്പിച്ചതിന് കേസ് രജിസ്റ്റർ ചെയ്തു. ഇന്നലെയാണ് സംഭവം. 15കാരി സിനിമാ മോഹമായിട്ടൊക്കെ നടക്കുന്നതാണ്. അമ്മയപ്പനും ഉണ്ട്. അവര് കൊല്ലം കടക്കൽ സ്വദേശിയാണ്. ഈ വ്ളോഗറുമായിട്ട് പരിചയപ്പെട്ടു. ഇയാള് കുട്ടിയുടെ ചില ഫോട്ടോകളൊക്കെ എടുക്കണം എന്ന് പറഞ്ഞ് കോളത്തേക്ക് ക്ഷണിച്ചു. മാതാപിതാക്കളും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് കരുതുന്നത്. അവിടെ വച്ചിട്ട് ചില റീൽസ് എടുത്ത് അയാളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടെ യൂട്യൂബിൽ ഇടാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. മുകേഷ് എം നായർ എന്ന അയാളുടെ പേര്. അയാൾ ആ കുട്ടിയെ അർദ്ധനഗ്നയാക്കി ചില ഫോട്ടോകൾ എടുത്തു. അത് കുട്ടി പ്രതീക്ഷിച്ചില്ല, അതിൻ്റെ പേരൻസും പ്രതീക്ഷിച്ചില്ല. അതിനുശേഷം കുട്ടിയോട് മോശമായി പെരുമാറി മറ്റ് പോക്സോ കേസിന്റെ പരിധി വരുന്ന കുറ്റങ്ങൾ ചെയ്തു എന്ന് വ്യക്തതയില്ല. ഇപ്പം അതിന് വാർത്ത വരുന്നത് ഇങ്ങനെയാണ്. കേസിൽ ഏതായാലും രജിസ്റ്റർ ചെയ്തു. 15 വയസ്സുകാരിയെ അർദ്ധനഗ്നയാക്കി അയാൾ റീൽസ് ഇടാൻ വേണ്ടി ഷൂട്ട് ചെയ്തു. ആ സംഭവം കോളത്ത് വെച്ചാണ് നടത്തിയത്. ഏതായാലും കോളം പോലീസിലെ പെൺകുട്ടിയുടെ മാതാവ് ഒരു പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരായിട്ട് FIR തയ്യാറാക്കി അവിടെ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. മലയാളത്തിലെ പല സോഷ്യൽ മീഡിയയിലുള്ളവരും യൂട്യൂബേഴ്സും ഒക്കെ അവർ ഇതുപോലെയുള്ള ചില പ്രവൃത്തികൾ ചെയ്യുന്നത് അത് ഒഫൻസാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അർദ്ധനഗ്നയാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒഫൻസാണ്. 15 വയസ്സുള്ള മൈനർ കുട്ടിയാണ്. ആ കുട്ടിയുടെ മറ്റു രീതിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇതുവരെ വെളിവായിട്ടില്ല. എങ്കിലും അതിനുള്ള സാധ്യത കൂടുതലാണ്. മാതാപിതാക്കളുടെ അറിവോടുകൂടി തന്നെയാണ് കുട്ടി അവിടെ വന്നത്. പക്ഷേ മാതാപിതാക്കൾ തന്നെ ഇപ്പം കോവളം പോലീസിന് പരാതി കൊടുത്തു. അവിടെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഈ വ്ളോഗർ മുകേഷ് എം നായർ ഒളിവിൽ പോയതായിട്ടാണ് മനസ്സിലാകുന്നത്. ഏതായാലും അയാളെ പോലീസ് ഉടനെ അറസ്റ്റ് ചെയ്യും. കാരണം അയാളുടെ കയ്യിൽ ആ റീൽസ് ഉണ്ടാവണം. കുട്ടി അത് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് ചിലപ്പോൾ നശിപ്പിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. എങ്കിലും കുട്ടിയുടെ മൊഴി അവിശ്വസിക്കേണ്ട കാര്യമില്ല. 15 വയസ്സുള്ള കുട്ടിയാണ്. മാതാപിതാക്കൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടി മാതാപിതാക്കളടുത്ത് ഇയാളെപ്പറ്റി ഇയാളുടെ മോശം പ്രവൃത്തിയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അവർ കംപ്ലൈൻറ്റ് കൊടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. അയാൾ ഒളിവിൽ പോയതായിട്ടാണ് മനസ്സിലാകുന്നത്. പോലീസ് അയാളെ തിരക്കി നടക്കുന്നു, കോവളം പോലീസ്. ഏതായാലും ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള പല സംഭവങ്ങളും ഉണ്ട്. പലരും അത് പറയാതെ പോകുന്നുണ്ട്. ചിലർ ധൈര്യസമേതം പരാതിപ്പെടുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോടെ നമ്മൾ കണ്ടല്ലോ. അതിനകത്ത് വിൻസി അലോഷ്യസ് എന്ന് അവർ പോലീസിൽ പരാതിപ്പെടാതെ അവർ അമ്മയിലും അതുപോലെ പെപ്കയിലൊക്കെ പരാതിപ്പെട്ടു. പക്ഷെ അതിന് നടപടിയൊന്നും പോലീസ് എടുത്തില്ല. പോലീസിലേക്ക് പരാതിയും വന്നില്ല. ഇപ്പം വിൻസി അലോഷ്യസിന്റെ കൂടെ സൂത്രവാക്യത്തിന്റെ ലൊക്കേഷനിലുണ്ടായിരുന്ന അപർണ ജോസ് എന്ന പെൺകുട്ടിയും ഇപ്പം ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായിട്ട് പരാതിപ്പെട്ടിരിക്കുന്നു. ഒരു പരാതി വിൻസി അലോഷ്യസ് പോലീസിൽ കൊടുക്കാതിരുന്നത് കൊണ്ട് അമ്മയിലും വെബ്കയിലൊക്കെ സ്വാധീനം ഉപയോഗിച്ച് അയാൾ രക്ഷപ്പെട്ടു. കാരണം ഒരു ചാൻസ് കൂടെ അയാൾക്ക് കൊടുക്കണം. അയാൾ ക്ഷമ പറഞ്ഞു. പക്ഷെ അതേ ലൊക്കേഷനിൽ തന്നെ ആ പെൺകുട്ടിയുടെ അടുത്ത് നിന്ന അമർണ ജോസിൻ്റെ അടുത്ത് മോശമായ പെരുമാറ്റവും സംസാരവും ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ അയാൾ നടത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നത്. ആ പെൺകുട്ടിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പോലീസിൽ പോയി മൊഴി കൊടുത്തെങ്കിൽ മാത്രം ഒരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ സിനിമാ രംഗത്തും എല്ലാം വളരെയധികം ആൾക്കാർ, പെൺകുട്ടികൾ ഇതുപോലെയുള്ള പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ സിനിമാ മേഖലയാണ് അവർക്ക് താല്പര്യമുള്ള മേഖലയാണ്. ചിലർക്കത് ഉപജീവന മാർഗം തന്നെയാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് അവരെ മുതലെടുക്കുന്നത് ഷൈൻ ടോം ചാക്കിനെ പോലെയുള്ള ലഹരി ഉപയോഗിക്കുന്നവർ പലരും, സിനിമാ നടന്മാർ പലരും മുതലെടുക്കുന്നത് അത് തീർച്ചയായിട്ടും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. പക്ഷെ ആ പെൺകുട്ടികൾക്ക് അതിന് പരാതിയില്ലേ നമുക്കൊന്നും ചെയ്യാൻ ഒക്കില്ല. അതിന് ചില സംഘടനകളൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ എപ്പോഴും ആ സിനിമ നടൻ്റെയോ നടിയുടെ ഒപ്പമേ നിൽക്കുകയുള്ളൂ. മറ്റു രീതിയിൽ അവർ പ്രതികരിക്കുന്നതായിട്ട് കാണുന്നില്ല. അവിടെ വിൻസി അലോഷ്യസിന്റെ കേസും അത് തന്നെ സംഭവിച്ചു. പക്ഷേ ഇപ്പം അടുത്ത ആൾ പരാതി പറഞ്ഞിരിക്കുന്നു. അത് അയാൾ ആ വിൻസി അലോഷ്യസിന്റെ തൊട്ടടുത്ത് നിന്ന സമയത്ത് അവരോട് പെരുമാറിയതിനപ്പുറം മോശമായ രീതിയിൽ ഇവരോട് പെരുമാറിയെന്നാണ് പറയുന്നത്. ഇയാൾ വായിൽ ഒരു വെളുത്ത പൗഡർ ഇടുന്ന കണ്ടു. അത് പിന്നീട് തുപ്പിക്കളയുന്ന കണ്ടു. അതിൻ്റെ ബാക്കിയുണ്ടായിരുന്ന അവിടെ ഒരു മേശയിലോട്ട് എറിയുന്ന കണ്ടു.
നിനക്ക് അത് എന്താണെന്ന് അവർക്ക് അറിയില്ല, അത് പോലീസാണ് നിശ്ചയിക്കേണ്ടത്. എന്തായാലും രണ്ടാമത്തെ ആള് പരാതിയായിട്ട് രംഗപ്രവേശനം വന്നു. പെപ്കായും അതുപോലെ അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് ഇപ്പം മനസ്സിലാകുന്നില്ല. അവര് ഇപ്പോഴത്തെ ആ പ്രവൃത്തിയില്, അയാളുടെ ആദ്യത്തെ പ്രവൃത്തിയിൽ അയാൾക്കെതിരെ അതിശക്തമായ നടപടി എടുക്കേണ്ട ആളാണ്. ഷൈൻ ടോം ചാക്കോ ഏത് തരത്തിലുള്ള ആളാണെന്ന് എല്ലാവർക്കും അറിയാം. അയാളുടെ കൂടെയുള്ള ശ്രീനാഥ് ഭാഷിയും അവരൊക്കെ ലഹരിയിലെ അടിമകളാണ്. അവർ ചെയ്യുന്ന പ്രവർത്തികളൊന്നും സിനിമയുടെ കെയറോഫിൽ ന്യായീകരിക്കാൻ കഴിയില്ല, പൊതുജനങ്ങൾക്ക് കഴിയില്ല, സിനിമയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും കഴിയില്ല, സിനിമയിലെ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്കും അതിന് കഴിയില്ല എന്നുള്ളത് കൃത്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ വ്ളോഗർ ചെയ്തിരിക്കുന്നത് വലിയ നടപടിയൊന്നും ഇതിനിടയ്ക്കകത്ത് വരുന്നില്ല എന്നൊരു ധാരണ പല യൂട്യൂബേഴ്സിനും സോഷ്യൽ മീഡിയ പ്രതികരിക്കുന്നവർക്കും അതുപോലെയുള്ള വ്ളോഗേഴ്സിനും ഒക്കെ ഒരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. എന്തായാലും ആ പെൺകുട്ടി 15 വയസ്സുകാരി പരാതി കൊടുക്കാൻ അതിൻ്റെ പേരൻസ് തയ്യാറായത് നല്ല കാര്യം തന്നെയാണ്. കോവളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വ്ളോഗർ ഒളിവിലുമാണ്.